അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈയിടെ വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം മാർപ്പാപ്പായുടെ ഒപ്പോടുകൂടെ ഒരു പ്രബോധന രേഖ പുറത്തിറക്കി. വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ മാതാവ്, മാത്തർ പോപ്പുലി ഫിദേലിസ്, യേശുവിൻ്റെ അമ്മയെ സംബന്ധിക്കുന്ന ചില തെറ്റായ ധാരണകൾ മാറ്റി മരിയ ഭക്തിക്ക് വ്യക്തത വരുത്തുകയാണ് അതിൻ്റെ ഉദ്ദേശ്യം. അന്ധമായ ഭക്തിയും വിവേകരഹിതമായ സ്നേഹപ്രകടനങ്ങളും സാധാരണ വിശ്വാസികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാം. അതുകൊണ്ട് മരിയ ഭക്തിക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് വത്തിക്കാൻ ചെയ്തത്. അപ്പോഴേക്കും ചില പെന്തക്കോസ്ത് പാസ്റ്റർമാരും കൂട്ടുകാരും പെരുവഴിയിലേക്ക് ചാടിയിറങ്ങി വിളിച്ചു പറയാൻ തുടങ്ങി, ഇതല്ലേ ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? മറിയം മുട്ടത്തോടാണെന്നും രക്ഷകനെ പ്രസവിച്ചു എന്നല്ലാതെ മറിയത്തിന് ഒരു മേന്മയുമില്ലെന്നും കാനായിലെ കല്യാണപ്പന്തലിലും പിന്നീട് യേശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ചെന്ന സഹോദരന്മാരോടൊപ്പം മറിയത്തെ കണ്ടപ്പോഴും യേശു പരുഷമായ വാക്കുകളാൽ മറിയത്തെ തള്ളി പറഞ്ഞെന്നും യേശു ഒരിക്കലും മറിയത്തെ അമ്മയെന്ന് വിളിച്ചില്ലെന്നും എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കാണാപാഠം പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഫരിസേയരെ പോലെ ദൈവവചനത്തിൻ്റെ ആന്തരാർത്ഥം ഗ്രഹിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ അറിവില്ലായ്മയ്ക്കനുസരിച്ച് നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നു. വസ്തുതകൾ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നുമില്ല. പ്രബോധന രേഖ ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ്: സഹരക്ഷക, മധ്യസ്ഥ, കൃപാവരത്തിൻ്റെ മാതാവ് എന്നീ വിശേഷണങ്ങൾ മറിയത്തിന് നൽകുന്നതിൽ നിന്ന് വിവേകപൂർവം മാറി നിൽക്കുക. മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ദൈവസുതൻ്റെ രക്ഷാകര പ്രവൃത്തി അപൂർവമാണെന്ന ധ്വനി ഉയരാം. അവളെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ യേശുവാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ എന്നത് സത്യത്തിൽ വെള്ളം ചേർക്കലായി വ്യാഖ്യാനിക്കപ്പെടാം. മറിയത്തെ കൃപാവരങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവൾ കൃപാവരങ്ങളുടെ ഉറവിടമാണെന്ന ധ്വനിയുണ്ടാകാം. ഈ മൂന്ന് സാധ്യതകളെ ഒഴിവാക്കി യേശുവെന്ന നിത്യസത്യത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് പ്രബോധന രേഖ ചെയ്യുന്നത്. ഈ മൂന്ന് വിശേഷണങ്ങൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തവയല്ല എന്നും ഓർക്കണം. മാതാവിനോടുള്ള സ്നേഹം മൂത്ത് ചില ഭക്താത്മാക്കൾ വിളിച്ചു പറഞ്ഞ വിശേഷണങ്ങളാണിവ. സഭ ഔദ്യോഗികമായി ഇടപെട്ടുകൊണ്ട് മരിയ ഭക്തിക്ക് വ്യക്തത വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മറിയത്തിൻ്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയുടെ അന്തസത്ത. തിരുസഭ പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി 4 വിശ്വാസ സത്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ അമ്മയായ മറിയം ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമലോദ്ഭവയാണ്, സ്വർഗാരോപിതയാണ്. 10,000 വർഷം കഴിഞ്ഞാലും സഭ ഇതിൽ മാറ്റം വരുത്തുകയില്ല.